നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, നിരാശയോടെ ഒരു വ്യക്തി ഇരുന്നിരുന്നു എന്ന പാഠഭാഗമാണ്. एक पाठभाग विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी है. വിനോദ് കുമാർ ശുക്ലയുടെ കവിതയ്ക്ക് നരേഷ് സക്സേനയുടെ വ്യാഖ്യാനമാണ്. അതായത് ആ കവിതയ്ക്ക് വിശദമായ ഒരു ആശയം വ്യക്തമാക്കി തരികയാണ്. കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഫ് ജാൻഹിക്ക് യാദ് ദിലാത്തി ഹെ. ഈ കവിത ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മനസ്സിൽ സ്നേഹവും കരുണയും ഉണ്ടെങ്കിൽ അന്യന്റെ ദുഃഖം മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനും നമുക്ക് കഴിയും. വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നാം നൽകുന്ന ഒരാശ്വാസവാക്ക് അല്ലെങ്കിൽ ഒരു സ്വാന്തന സ്പർശം എത്രമാത്രം മഹത്തരമാണെന്ന് ഈ പാഠഭാഗം വ്യക്തമാക്കി തരികയാണ്. നമുക്ക് വിനോദ് കുമാർ ശുക്ലയെയും നരേഷ് സക്സേനയെയും പരിചയപ്പെടാം. विनोद कुमार शुक्ला, जन्म 1 जनवरी 1937, मध्य प्रदेश. മധ്യപ്രദേശിൽ 1937 जनवरी 1 ജനിച്ചു. आप समकालीन हिंदी साहित्य क्षेत्र में कवि और कथाकार के रूप में विख्यात है. സമകാലീന ഹിന്ദി സാഹിത്യ രംഗത്ത് കവി, കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. സബ് കുച്ച് ഹോന ബജാ രഹേഗാ, വഹ് ആദ്മി ചലാ ഗയാ, നയാ ഗരം കോട്ട് പഹൻകർ, വിചാർ കി തരഹ്, ലഗ്ഭഗ് ജയ്ഹിന്ദ് ആദി ആപ്കെ കാവ്യ സംഗ്രഹ് ഹെ. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. खिलेगा तो देखेंगे तथा दीवार में एक खिड़की रहती थी, दोनों आपके ഉപന്യാസ് ഹെ. മുകളിൽ പറഞ്ഞവ അദ്ദേഹത്തിന്റെ 2 നോവലുകളാണ്. മധ്യപ്രദേശ് ശിഖാർ സമ്മാൻ 1995, മൈഥിലി ശരൺ ഗുപ്ത് രാഷ്ട്രീയ സമ്മാൻ 1996 ആദി സെ ആപ് സമ്മാനിത് ഹുയേ ഹെ. 1995 മധ്യപ്രദേശ് ശിഖർ സമ്മാൻ, 1996 മൈഥിലി ശരൺ ഗുപ്ത് രാഷ്ട്രീയ സമ്മാൻ തുടങ്ങിയവ നൽകി ആദരിച്ചിട്ടുണ്ട്. നരേഷ് സക്സേന, ജന്മ 16 जनवरी 1931, ഗ്വാളിയർ, മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ 1931 जनवरी 16 ജനിച്ചു. നരേഷ് സക്സേന സമകാലീന ഹിന്ദി സാഹിത്യ ക്ഷേത്ര के विलक्षण कवि है. നരേഷ് സക്സേന സമകാലീന ഹിന്ദി സാഹിത്യ രംഗത്തെ വ്യത്യസ്തനായ കവിയാണ്. വിലക്ഷൺ, വ്യത്യസ്തനായ. संप्रति कविताओं के अतिरिक्त नाटक, फिल्म, संपादन के क्षेत्र में भी आप सक्रियता से महत्वपूर्ण कार्य करते रहते हैं. കവിതകൾ കൂടാതെ നാടകം, സിനിമ, എഡിറ്റിംഗ് എന്നീ മേഖലകളിലും അദ്ദേഹം ഊർജ്ജസ്വലതയോടെ മഹത്തായ കാര്യങ്ങൾ ചെയ്തു വരുന്നു. സമുദ്ര पर हो रही है बारिश കവിതാ സംഗ്രഹ്, ആത്മീ കാ ആ നാടക് നാടകം ആദി ആപ്കി പ്രമുഖ രചനായേം ഹെ തുടങ്ങിയവ പ്രമുഖ രചനകളാണ്. साहित्य के लिए आपको 2000 का पहल सम्मान मिला है तथा निर्देशन के लिए 1992 में राष्ट्रीय फिल्म पुरस्कार भी. 2000 ആണ്ടിലെ സാഹിത്യത്തിനുള്ള പഹൽ സമ്മാൻ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സംവിധാനത്തിന് 1992 ദേശീയ ഫിലിം അവാർഡും ലഭിച്ചു. ഇനി നമുക്ക് കവിതയുടെ മലയാള പരിഭാഷ നോക്കാം. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, നിരാശയോടെ ഒരു വ്യക്തി ഇരുന്നിരുന്നു. വ്യക്തി കോ मैं नहीं जानता था, വ്യക്തിയെ ഞാൻ അറിയുന്നില്ലായിരുന്നു. ഹതാശാ കോ जानता था, നിരാശയെ അറിയുന്നുണ്ടായിരുന്നു. इसलिए मैं उस व्यक्ति के पास गया, അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി. मैंने हाथ बढ़ाया, ഞാൻ കൈ നീട്ടി. मेरा हाथ पकड़कर वह खड़ा हुआ, എന്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റു. മുझे वह नहीं जानता था, എന്നെ അയാൾക്കറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബെഠാനെ കോ ജാൻതാ ഥാ, എന്റെ കൈ നീട്ടിയതറിയാമായിരുന്നു. ഹം ദോനോ സാത്ത് ചലെ, ഞങ്ങൾ ഒന്നിച്ചു നടന്നു. ദോനോ ഏക് ദൂസരെ കോ നഹീ ജാൻതേ ഥേ, ഇരുവർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ ഥേ, ഒന്നിച്ചു നടക്കാൻ അറിയാമായിരുന്നു. വിനോദ് കുമാർ ശുക്ല. ഈ കവിതയിലൂടെ ഒരു വ്യക്തി മറ്റുള്ളവരെ അറിയുന്നുവെങ്കിൽ അവൻ അയാളുടെ നിരാശയും നിസ്സഹായതയും തീർച്ചയായും തിരിച്ചറിയുമെന്ന് കവി മനസ്സിലാക്കി തരികയാണ്. അറിയുക എന്ന വാക്കിന്റെ അർത്ഥം ഈ കവിതയിൽ 2 മനുഷ്യരുടെ ഇടയ്ക്കുള്ള മനുഷ്യത്വത്തിന്റെ ബോധം ഉളവാക്കുന്നു.
ഇനി പാഠ്యాంശിക അവതരണം നോക്കാം, അതായത് പാഠഭാഗത്തിന്റെ അവതരണം. വിനോദ് കുമാർ ശുക്ല अपनी മൗലികതാ के साथ ही വിനോദ് കുമാർ ശുക്ല തന്റെ മൗലിക ചിന്തകളോടൊപ്പം ഭാഷാ की अनकटता के लिए विख्यात है ഭാഷാഘടനയിൽ ശ്രദ്ധിക്കാതിരുന്നതിലും പ്രസിദ്ധനാണ്. किंतु इस कविता में मौलिक होने के साथ ही എന്നാൽ ഈ കവിതയിൽ മൗലിക ചിന്തകനാകുന്നതോടൊപ്പം വേ കാവ്യശില്പ के सिद्ध कवि की तरह भी दिखाई देते हैं അദ്ദേഹം കാവ്യശില്പത്തിലെ കഴിവുറ്റ കവിയെ പോലെയും കാണപ്പെടുന്നു. കവിത കെ അർത്ഥ് അദ്ദേഹത്തിന്റെ കവിതയുടെ അർത്ഥം ഇതനെ സഹജ് വളരെ ലളിതവും ഓർ സാഫ് ഹേ കി സ്വാഭാവികവുമായതുകൊണ്ട് ഉൻഹേ വ്യാഖ്യാ കി ദർക്കാർ നഹി വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. സരൾ ശബ്ദവും വാലേ വാക്യ ലളിതമായ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ വാക്യങ്ങൾ സ്വയഹി അപ്ന മർമ്മ കഹ് ദേത്തേ ഹേ സ്വയമേ അവയുടെ സാരമാണ്. അതായത് അദ്ദേഹത്തിന്റെ വരികളിലൂടെ തന്നെ അതിന്റെ അർത്ഥവും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. അത്രയ്ക്ക് ലളിതമായ വാക്കുകളാണ് വിനോദ് ശുക്ല തന്റെ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വ്യക്തി കോ മേ നഹി ജാൻതാ ഥാ വ്യക്തിയെ ഞാൻ അറിയുന്നില്ലായിരുന്നു. ഹതാശ കോ ജാൻതാ ഥാ കഹ്തേ ഹി നിരാശയെ അറിയുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞതിലൂടെ വേ ജാൻനെ കി ഹമാരി ഉസ് ജാനി പഹ്ചാനി അദ്ദേഹം അറിയുക എന്നുള്ള നമ്മുടെ പരിചിതമായ റൂഠിക്കോ പാരമ്പര്യത്തെ തോട് ദേത്തേ ഹൈ തകർക്കുകയാണ്. ജോ വ്യക്തി കെ നാം പതേ ഉമ്ര ഓഹദേ യാ ജാതി സെ ജാൻനെ കോ ജോഡ്തി ഹേ അത് ഒരു വ്യക്തിയുടെ പേര്, വിലാസം, വയസ്സ്, ഓഹദേ പദവി അല്ലെങ്കിൽ ജാതിയെ അറിയുന്നതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. യദി ഹം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ ഉസ്കെ സംകട്ട് സെ നഹീം ജാൻതേ തോ നാം ഒരു വ്യക്തിയുടെ നിരാശ, ഇച്ഛാഭംഗം, നിസ്സഹായത അല്ലെങ്കിൽ അയാളുടെ പ്രതിസന്ധി ഇവയൊന്നും അറിയില്ലെങ്കിൽ ഹം കുച്ച് നഹീം ജാൻതേ നാം ഒന്നും അറിയുന്നില്ല. സടക് പർ ഘായൽ പടേ അപരിചിത വ്യക്തി കോ ദേഖ് കർ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന അപരിചിതനായ വ്യക്തിയെ കണ്ട് ക്യാ ഹം കഹ് സക്തേ ഹേ കി ഉസേ ഹം നഹീം ജാൻതേ എന്താ അയാളെ നമ്മൾ അറിയില്ല എന്ന് നമുക്ക് പറയാനാകുമോ? വാസ്തവത്തിൽ ഹം ജാൻതേ ഹേ കി യഹ് വ്യക്തി വാസ്തവത്തിൽ നമുക്കറിയാം ഈ വ്യക്തി മുസീബത്ത് മേം ഹേ ദുരിതത്തിലാണെന്നും ഓർ ഇസേ ഹമാരി മദ് കി ജറൂരത്ത് ഹേ ഇയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്നും. മദ് സഹായം. എഹ് കവിത മനുഷ്യ കോ മനുഷ്യ കി തരഹ് ഈ കവിത മനുഷ്യനെ പോലെ ജാൻനെ കി യാദ് ദിലാത്തി ഹേ അറിയുക എന്നുള്ള ഓർമ്മയുണർത്തുന്നു. കവിത ലഗാതാർ നഹീം ജാനനെ ഓർ ജാനനെ കാ ബയാൻ കർത്തി ജാത്തി ഹേ കവിത തുടർച്ചയായി അറിയില്ല, അറിയുന്നു എന്ന വിവരണങ്ങളിലൂടെ പോകുന്നു. ശില്പ കി ഇസ് ബാരിക് കാരിഗരി കോ ദേഖേ ശില്പത്തിന്റെ സൂക്ഷ്മമായ ഈ നിർമ്മാണ കൗശലം നോക്കാം. ബയാൻ കർണ വർണ്ണിക്കുക, ബാരിക് സൂക്ഷ്മമായ, കാരിഗരി ശില്പവേല. വഹ് മുझे നഹീം ജാൻതാ ഥാ അവനെ എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബെഠാനെ കോ ജാൻതാ ഥാ കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹീം ജാൻതേ ഥേ ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചൽന ജാൻതേ ഥേ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. എഹ് നഹീം ജാനന ഓർ ജാനന കവിതാമേം ഈ അറിയില്ലായ്മയും അറിയലും കവിതയിൽ കിസി ലോകഗീത് കെ ഏതോ നാടൻ പാട്ടിന്റെ സ്ഥായി കി തരഹ് ബാർ ബാർ ലൗട്ടാ ഹേ വരികളിലെ ആദ്യ പദം പോലെ, അതായത് വായ്ത്താരി പോലെ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു. സ്ഥായി വായ്ത്താരി
ബാർ ബാർ വീണ്ടും വീണ്ടും. ലൗട്ട്ന തിരിച്ചു വരിക. ഗദ്യമേം ലിഖി ഹുയി ഗദ്യത്തിൽ എഴുതിയ, കിസി കവിതാമേം ഏതെങ്കിലും കവിതയിൽ, ലിറിക്കൽ യാ ഗീതാത്മകതാ കാ ബോധ് വരികളുടെയോ ഗാനാത്മകതയുടെയോ പ്രത്യേകത, ഇസ് ഖൂബി കെ സാത്ത് ഈ മേന്മയോടൊപ്പം, ഹിന്ദി കി കിസ് കവിതാമേം ആയാ ഹേ ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന്, യാദ് നഹീം ആ രഹ ഓർമ്മ വരുന്നില്ല. അതായത് ഏതോ നാടൻ പാട്ടിന്റെ വായ്ത്താരി പോലെ വരികൾ വരുന്ന ഗദ്യത്തിൽ എഴുതിയ കവിതയുടെ ഗാനാത്മകത ഹിന്ദിയിലെ മറ്റു കവിതകളിൽ കണ്ടതായി നരേഷ് സക്സേനയ്ക്ക് ഓർമ്മ വരുന്നില്ല. ഈ കവിതയിൽ ഭാവാത്മകതയും ഗാനാത്മകവുമായ ബോധമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ജൈസെ കിസി ഗസൽ മേം ആഖിരി ശർ കെ ആഖിരി ശബ്ദ് ഏതെങ്കിലും ഗസലിന്റെ അവസാന ഈരടിയുടെ അവസാന വാക്ക്, ശ്രോതാओं की जुबान पर ശ്രോതാക്കളുടെ നാവിൽ, ആപ്സെ ആപ് ആ ജാത്തെ ഹേ സ്വയം വരാറുള്ളതുപോലെ, വൈസേ ഹി ഇസ് കവിത കെ അന്തിമ ശബ്ദ് ഈ കവിതയിലെ അവസാന വാക്ക്, യാനി അതായത് സാത്ത് സാത്ത് ചൽന കെ ബാദ് യദി കവിത പാഠ് രോക് ദിയ ജായേ തോ ഒരുമിച്ച് നടക്കുക കഴിഞ്ഞ് കവിതാപാരായണം അവസാനിച്ചിരുന്നെങ്കിൽ, സുനനെ വാലെ കേൾവിക്കാർ ഖുദ് വാക്യ പൂരാ കർ ദേംഗെ സ്വയം വാക്യം പൂർത്തിയാക്കുകയും, ഓർ കഹേംഗെ ജാൻതേ ഥേ അറിയാമായിരുന്നു എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അതായത് കവിതയിൽ ശ്രദ്ധിച്ചാൽ ഹം ദോനോ സാത്ത് ചലേ എന്നിടത്ത് കവിത നിർത്തിയിരുന്നെങ്കിൽ, ആ കവിതയുടെ തുടർച്ച പോലെ കേൾവിക്കാരായ നമ്മൾ ജാൻതേ ഥേ എന്ന് ബാക്കി പൂരിപ്പിച്ച് പറയുമായിരുന്നു എന്ന് സാരം. എഹ് കവിത ഈ കവിത, ജാനന ശബ്ദ് കെ അറിയുക എന്ന വാക്കിന്റെ രുട്ടിഗ്രസ്ത് അർത്ഥ കോ പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തരഹ് സെ ബദൽ ദേത്തി ഹേ പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. ഇസ് കവിത കി പഹ്ലി ദോ പങ്ക്തിയോ മേം ഹി ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ, കവി അപ്നി പൂരി ബാത്ത് കഹ് ദേത്താ ഹേ കവി തന്റെ മുഴുവൻ കാര്യവും പറയുന്നു. ശേഷ് പങ്ക്തിയാം ഉസി കഹേ ഗയേ കോ ശേഷമുള്ള വരികൾ ഈ പറഞ്ഞവയെ, ഓർ സഖൻ ഉറപ്പുള്ളതും, ഓർ ഗഹ്ര കർത്തി ഹൈ ആഴമുള്ളതുമാക്കുന്നു. കവിത കാ സന്ദേശ് ഹേ കി കവിതയുടെ സന്ദേശം ഇതാണ്, ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യത കാ അഹസാസ് 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ, യാനി അതായത് മാനവീയ സംവേദന ഹോന ജറൂരി ഹേ മാനുഷിക പരിഗണന ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ജാൻകാരിയാം ജറൂരി നഹീം ഹേ അറിവുകൾ അത്യാവശ്യമല്ല. അതായത് ഒരുവന്റെ പേര്, അഡ്രസ്, പദവി ഒന്നും അറിയില്ലെങ്കിലും മനുഷ്യരുടെ ഇടയിൽ നാം പരസ്പരം മനുഷ്യത്വത്തോടെ പെരുമാറുകയാണ് വേണ്ടതെന്ന് കവി പറയുന്നു. കിന്തു എഹ് സന്ദേശ് കവിത മേ ഉപദേശ് കി തരഹ് നഹീം ആത്ത പക്ഷേ ഈ സന്ദേശം കവിതയിൽ ഉപദേശമായി വരുന്നില്ല എന്നുകൂടി പറയുകയാണ് നരേഷ് സക്സേന. ഈ കവിത ഒരു ഉപദേശമല്ല, മനുഷ്യത്വം എന്ന ബോധം നമ്മളിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. പാഠപുസ്തകത്തിലെ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.